ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ റംബുട്ടാൻ ഭയങ്കരമായിട്ട് ഫേമസ് ആയി തുടങ്ങിയത്. പൂടപ്പഴം, മുള്ളംപഴം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്ന് കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയും ആഗ്രഹവും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് മിക്ക വീടുകളിലും വെച്ച് പിടിപ്പിച്ച് സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിനോടുള്ള ആ ക്രേസ് അങ്ങ് കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റൊരു എക്സോട്ടിക് വെറൈറ്റി ഫ്രൂട്ടാണ് പുലാസാൻ. പുലാസാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ മിക്ക വീടുകളിലും വെച്ച് പിടിപ്പിക്കുകയും നമ്മുടെ ഈ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നല്ലൊരു കായ്ഫലം തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. മലേഷ്യ, തായ്ലൻഡ് പോലെയുള്ള സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വാസസ്ഥലം. ആളൊരു റംബുട്ടാൻ കുടുംബക്കാരനാണെങ്കിലും റംബുട്ടാനിൽ നിന്നും ഒത്തിരിയേറെ വ്യത്യാസം ഈ പുലാസാനുണ്ട്. കാഴ്ചയിൽ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റും. റംബുട്ടാനിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ കടുത്ത ചുമപ്പാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറന്തോട് ചെറിയ മുള്ളുകൾ പോലെയാണ്, റംബുട്ടാൻ പോലെ രോമം പോലെയല്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വവ്വാലുകൾ റംബുട്ടാനെ ആക്രമിക്കുന്നത് പോലെ ഈ ഒരു ഫ്രൂട്ടിനെ ആക്രമിക്കത്തില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു കട്ടിയുള്ള പുറന്തോട് തന്നെയാണ്. രുചിയിലും റംബുട്ടാനിൽ നിന്ന് ഒത്തിരിയേറെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഫ്ലഷ് ഉള്ളതും മധുരമുള്ളതും ജ്യൂസി ആയിട്ടുള്ളതും പുലാസാനാണ്. എത്ര നാളായെങ്കിലും ഇത് വെച്ചിട്ട്? 8 വർഷം. വളം വല്ല ഇടുന്നുണ്ടോ? ചാണകവും വളമൊക്കെ ഇടും. നമ്മുടെ ഈ ഒരു മരം ഓഗസ്റ്റ് ആകുമ്പോഴേ നല്ല രീതിയിൽ പഴുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴുത്തതും പച്ചയുമായിട്ടുള്ള കായ്കൾ ഇടകലർന്ന് നിൽക്കുന്നു. പൂ വന്ന് പോയതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് വെട്ടി നിർത്തിയാൽ ഇതുപോലെ നല്ല വലുപ്പമുള്ള നിറമുള്ള പൂക്കൾ ഉണ്ടാവുമെന്ന് ഇതിനിടയിൽ അങ്കിൾ പറയുന്നുണ്ടായിരുന്നു. റംബുട്ടാൻ പോലെ ഉയർന്നു പൊങ്ങി അങ്ങ് പോയി മുകളിൽ മാത്രം കായ്കൾ ഉണ്ടാകാതെ അടി തൊട്ട് മുടി വരെ കായ്കൾ ഉണ്ടാകുന്ന രീതിയാണ് ഇതിൻ്റെത്. വെയിലുള്ള ഭാഗത്തേക്ക് ചെടിക്കൊരു ചായ്വ് അല്ലേലും ഉണ്ടാകും. അതുപോലെ തന്നെ കായ്കളും കൂടുതൽ ഉണ്ടാകുന്നത് ഈ വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെയിൽ വളരെ ആവശ്യമാണ്. നല്ല രീതിയിൽ പഴുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കടും ചുവപ്പ് നിറമായിരിക്കും. ഈ കായ്കൾ മിക്കപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല പഴുക്കുന്നത്. അതായത് ഒരു സൈഡ് നോക്കുമ്പോൾ നല്ല പഴുത്തിരിക്കും, മറ്റേ സൈഡിൽ കുറച്ച് പച്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊരു പുളിപ്പും കാണും. ഇത് കായ്ച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വലിയ കായ്കൾ നോക്കി പറിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ കായ്കൾ തുറന്നു നോക്കിയപ്പോൾ മിക്കതിനകത്തും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ പ്രശ്നമില്ല. എല്ലാ കായ്കളിനകത്തും നല്ല രീതിയിലുള്ള കാമ്പുണ്ട്. ഇതിങ്ങനെ ട്വിസ്റ്റ് ഓപ്പൺ ചെയ്യാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു ചില കായ്കളിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വന്നൊരു കമൻറ്റാണ് ഇതിൻ്റെ കുരു കഴിക്കാമെന്ന്. അങ്ങനെയാണ് ഇത് കഴിക്കാമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇതിൻ്റെ കുരു ഒന്ന് കഴിച്ചു നോക്കി. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ല കറച്ചൊവയുണ്ടായിരുന്നു. ശരിയാണ്, ബദാമൊക്കെ പോലെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട്, ആ ഒരു സൗണ്ടും ക്രഞ്ചും ഒക്കെ ഉണ്ട്. പക്ഷേ കറച്ചൊവ കാരണം നമുക്കൊരു ചക്കക്കുരു പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ശരിക്കും ആ കുരുവിന് ഒരു ലെയർ ഉണ്ട് പുറത്ത്. അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി കഴിക്കാനായിട്ട് രുചി ഉണ്ടായിരിക്കും. കുറേയേറെ കറുത്ത കായ്കൾ ഇതിൻ്റെ താഴെ വീണ് കിടപ്പുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കൊക്കോ ഉണക്കുന്നതാണ്. നമുക്കിവിടെ കൊക്കോക്കായുണ്ട്. പുലാസാനോടൊപ്പം തന്നെ അങ്കിൾ ഇവിടെ വെച്ച് പിടിപ്പിച്ച മറ്റൊരു മരമാണ് ഈ കാണുന്ന മാംഗോസ്റ്റിൻ. കായ്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഒന്നും പഴുത്തിട്ടോ വിളഞ്ഞിട്ടോ ഒന്നുമില്ല. ഇത്തവണ കുറച്ച് വേറെ കായ്കളുണ്ട്. ഒരു മരം വെച്ച് പിടിപ്പിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനും നമുക്ക് പുറത്തേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനോ നല്ല രീതിയിലുള്ള കായ്കൾ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് പല്ലില്ലാത്ത അപ്പച്ചന് വരെ ഇത് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പച്ചന് ഇത് വളരെയേറെ ഇഷ്ടവുമാണ്. ഇതിൻ്റെ കുരുവിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ആ പൾപ്പ് അടർത്തി മാറ്റാൻ പറ്റുന്നതുകൊണ്ട് നമുക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുരു മാറ്റി കൊടുക്കാനായിട്ട് എളുപ്പമാണ്. റംബുട്ടാനെ അപേക്ഷിച്ച് സേഫുമാണ്. അപ്പം മഴയ്ക്ക് മുമ്പേ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ചാച്ചപ്പൻ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.